ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് പണത്തിനായി നെട്ടോട്ടം ഓടുന്ന അനൂപിനെയാണ്. അതേസമയം ലോനപ്പൻ ചേട്ടൻ വന്നാൽ എന്ത് ചെയ്യുമെന്നറിയാതെ ടെൻഷനോടെ നിൽക്കുകയാണ് കമലയും ധനുഷും സന്ദീപും. അതേസമയമാണ് ലോനപ്പൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. പണമെല്ലാം റെഡിയായല്ലോ അല്ലേ, ഞാനവിടെ ഭാര്യയോടും മോളോടും ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞിട്ടാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ലോനപ്പൻ പറയുമ്പോൾ ധനുഷ് പറയുകയാണ്, അത് പിന്നെ ലോനപ്പൻ ചേട്ടാ, അനൂപേട്ടൻ പണത്തിനായിട്ടാ പോയത്. പക്ഷേ ഇപ്പോൾ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഇത് കേൾക്കുന്ന ലോനപ്പൻ ആകെ തകർന്ന് അവിടേക്ക് ഇരിക്കുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് തൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു കുപ്പി വിഷം പുറത്തേക്കെടുത്തിട്ട് ലോനപ്പൻ പറയുകയാണ്, ഇനി ഇത് മാത്രമേ എൻ്റെ മുമ്പിൽ ഒരു പരിഹാരമായിട്ടുള്ളൂ. പെൺകുട്ടിയുടെ അച്ഛൻ മരിച്ച പിന്നെ കല്യാണം നടത്തേണ്ട കാര്യമില്ലല്ലോ. അതല്ലാതെ എൻ്റെ മുന്നിൽ മറ്റു വഴിയില്ല. പണമില്ലാതെ എനിക്ക് എന്താണെങ്കിലും വീട്ടിലോട്ട് കയറി ചെല്ലാനും സാധിക്കില്ല. ഇതെല്ലാം കേട്ട് എല്ലാവരും ഞെട്ടലോടെ ഇരിക്കുന്ന സമയത്താണ് ധനുഷ് എന്താണെങ്കിലും അനൂപിന്റെ പണവും കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ലോനപ്പനെ സമാധാനിപ്പിക്കുന്നത്. അനൂപേട്ടന് പണമൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അതേസമയം മീര പുറത്തേക്ക് വരുന്നു. ഇതുകൂടി കേൾക്കുമ്പോൾ ലോനപ്പൻ ആകെ തകർന്ന് എല്ലാവരെയും നോക്കുകയാണ്. തുടർന്ന് ലോനപ്പൻ്റെ കയ്യിലേക്ക് ഒരു ചെക്ക് വെച്ച് കൊടുക്കുകയാണ് മീര. ഇത് 5 ലക്ഷത്തിൻ്റെ ചെക്കാണ്, കുടുംബോഹരിയുടെ അവസാനത്തെ പങ്ക്. ഇതുകൊണ്ടെന്താണെങ്കിലും ലോനപ്പേട്ടൻ്റെ മോളുടെ വിവാഹം നടത്താനായിരിക്കും യോഗം. ബാക്കി പണം ഞങ്ങൾ തന്നു തീർക്കാം, തൽക്കാലം ഇത് കൊണ്ടുപോകാനായി. മീര പറയുമ്പോൾ സന്തോഷത്തോടെ നിങ്ങളുടെ സ്വത്തുക്കളെല്ലാം ഉടൻ തന്നെ തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ലോനപ്പൻ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ആവണിയെയാണ്. മീര ആവണിക്ക് ചായ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലോനപ്പൻ വന്ന കാര്യവും ചെക്ക് കൊടുത്ത കാര്യവും എല്ലാം തന്നെ മീര ആവണിയോട് പറയുന്നത്. എന്താണെങ്കിലും അമ്മ ചെയ്തത് നന്നായി. കാര്യങ്ങളൊന്നും ഇങ്ങനെ പോയാൽ ശരിയാകില്ല മോളെ. എത്രയും പെട്ടെന്ന് എല്ലാത്തിനും ഒരു പരിഹാരം വേണം. സച്ചിയെ തന്നെ കണ്ടില്ലേ, ഒരു ഭ്രാന്തനെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണെന്നും മീര പറയുമ്പോൾ സച്ചേട്ടൻ ആന്റിയെ തിരക്കി നടക്കുകയല്ലേ എന്നും ഉടൻ തന്നെ എന്താണെങ്കിലും അർച്ചനാന്റിയെ കണ്ടുകിട്ടുമെന്നും ആവണി പറയുന്നു. ഇത് കേൾക്കുന്ന മീര പറയുകയാണ്, അവളും കുഞ്ഞും കൂടി ഇപ്പോൾ എവിടെയെങ്കിലും സുഖമായി ജീവിക്കുന്നുണ്ടാകും. ഇവിടെയുള്ളവർ കിടന്ന് പെടാപ്പാട് പെടുന്ന കാര്യമൊന്നും അവൾക്കറിയേണ്ട ഒരു കാര്യവുമില്ലല്ലോ. അതേസമയം ഇത് കേട്ടുകൊണ്ടുവരുന്ന കമല വിഷമത്തോടെ തിരിച്ചു പോകുന്നതാണ് കാണിക്കുന്നത്. ഇത് കാണുന്ന ആവണി മീരയെ കുറ്റപ്പെടുത്തുന്നു. പിന്നീട് കാണിക്കുന്നത് ഗോകുലിന്റെ വീടാണ്. ഗോകുലിനോട് ഗുഡ് നൈറ്റ് പറഞ്ഞതിന് ശേഷം തന്റെ മുറിയിൽ കയറി കഥ കടക്കുന്ന അർച്ചനയാണ് കാണിക്കുന്നത്. അതേസമയം ആ മുറിയുടെ ഓപ്പോസിറ്റുള്ള മുറിയിലേക്ക് ഗോകുലും പോകുന്നു. തുടർന്ന് അങ്ങോട്ടേക്ക് ചെന്നുകൊണ്ട് ശോഭന ചോദിക്കുകയാണ്, മോനെ എപ്പോഴും ഇങ്ങനെ ജീവിച്ചാൽ മതിയോ? ഒറ്റയ്ക്ക് ജീവിച്ച് നിനക്ക് മതിയായില്ലേ? അതിന് ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പമില്ലേ എന്ന് ഗോകുൽ ചോദിക്കുന്നു. എന്താണെങ്കിലും ഞാൻ ഇതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ എന്ന് ശോഭന ചോദിക്കുമ്പോൾ ഗൗരിയുടെ അമ്മയുടെ കാര്യമാണോ അമ്മ ഉദ്ദേശിക്കുന്നതെന്ന് ഗോകുൽ ചോദിക്കുന്നു. അമ്മേ, ഗൗരിയുടെ അമ്മയെ ഭാര്യയായിട്ട് സ്വീകരിക്കണമെങ്കിൽ എനിക്ക് എൻ്റെ സമൃദ്ധയെ മറക്കാൻ സാധിക്കണം. പക്ഷേ എനിക്ക് ഇന്നുവരെ സമൃദ്ധയെ മറക്കാൻ സാധിക്കില്ല, ഇനിയോട്ട് സാധിക്കുകയുമില്ല. മോനെ, ആ അധ്യായം കഴിഞ്ഞു. ഇനിയെങ്കിലും നീ പഴയ കാര്യങ്ങളെല്ലാം മറന്നേ പറ്റൂ. അമ്മേ, അമ്മേൻ്റെ നന്മയ്ക്ക് വേണ്ടിയാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ എന്നെക്കൊണ്ട് അതിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഒരമ്മയുടെ വാത്സല്യവും കരുതലും മാത്രമാണ് എൻ്റെ മോൾക്കിപ്പോൾ ആവശ്യം. അതവൾക്കിപ്പോൾ ആ വളം കിട്ടുന്നുണ്ട്. എനിക്കെന്താണെങ്കിലും മറ്റൊന്നും വേണ്ട. തുടർന്ന് എനിക്കൊന്ന് ഉറങ്ങണമെന്ന് പറഞ്ഞ് ശോഭനയെ മുറിയുടെ പുറത്തേക്ക് പറഞ്ഞു വിടുകയാണ് ഗോകുൽ. അതിനുശേഷം കട്ടിലേക്ക് ഇരിക്കുന്ന ഗോകുല് തൻ്റെയും സമൃദ്ധയുടെയും പഴയ ചിത്രങ്ങളെല്ലാം നോക്കുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ സമൃദ്ധയുടെ ഓർമ്മകളിലേക്ക് ഗോകുൽ പോകുന്നു. കൈക്കുഞ്ഞിനെടുത്ത് കൊഞ്ചിച്ചു കൊണ്ടിരിക്കുന്ന ഗോകുലിനെയും ഗോകുലിൻ്റെ അടുത്ത് തന്നെ ഇരുന്ന് ജ്യൂസ് കുടിക്കുന്ന സമൃദ്ധയുമാണ് കാണിക്കുന്നത്. ഗുരുവായൂരപ്പനെ കണ്ടു തൊഴുതതിൻ്റെ കാര്യങ്ങളെല്ലാം സംസാരിക്കുകയായിരുന്നു സമൃദ്ധ. നമുക്ക് ഗുരുവായൂർ തന്നെ ഒരു ഫ്ലാറ്റോ അല്ലെങ്കിൽ കുറച്ച് സ്ഥലം വാങ്ങി വീടോ വെക്കണമെന്ന് സമൃദ്ധ പറയുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ടെന്നും പിന്നെ തൻ്റെ അസുഖം മാറിയാൽ കൂത്തമ്പലത്തിലിരുത്തി തന്നെ കൊണ്ട് ഒരു വീണക്കച്ചേരി നടത്താമെന്നും ഞാൻ ഗുരുവായൂരപ്പനോട് പറഞ്ഞിട്ടുണ്ടെന്നും ഗോകുൽ പറയുന്നു. ഗോകുലിൻ്റെ ആഗ്രഹം തന്നെ നടക്കട്ടെ എന്നും സമൃദ്ധയും പറയുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡിലൂടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.